വ്യാഴാഴ്ച ആണെങ്കിൽ നമ്മളെ മർക്കസിൽ നമ്മളെ ക്ലാസ് കഴിയുന്നത് 12:30 കോഴിക്കോട്ടേക്ക് അവിടെ നിന്ന് ഒരു അരമണിക്കൂറിന്റെ വഴി ദൂരം. നമ്മൾ കാസർഗോഡ് പോകുന്നുണ്ട്. നമ്മളെ ട്രെയിൻ 1:30 അതിൽ പോയെങ്കിൽ മകരിന് മുമ്പ് നമുക്ക് പെരക്കെത്താൻ കഴിയും. മർക്കസിൽ നിന്ന് ബസ് കയറിയാൽ പിന്നെ വല്ലാത്ത തിരക്കാണ് കേട്ടോ. അതും മാത്രല്ല നിലവിൽ നല്ല ചൂടാണ്, വല്ലാതെ വിയർക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ പാളയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. മർക്കസിൽ നിന്ന് 12:30 വിട്ട ബസ് ഇവിടെ കോഴിക്കോട്ടേക്ക് എത്തുന്നത് 1:10. ഒരു ഓട്ടാണ് ട്രെയിൻ കിട്ടാൻ വേണ്ടി. 1:20 നമ്മളെ ട്രെയിൻ. ഇന്ന് ട്രെയിൻ കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്കല്ലേ കയറി. നല്ല ആളുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആദ്യം തന്നെ സീറ്റല്ലേ കിട്ടിയ അവിടെ. പിന്നെ ട്രെയിനിലത്തെ കാര്യം പറയണ്ട, വല്ലാത്ത ചൂട്. അത് മാത്രല്ല ഫാനിൽ വരുന്ന കാറ്റങ്ങും അതും വല്ലാത്ത ചൂട്. ചൂടിനിടയിലും അറിയാതെ മാങ്ങിപ്പോയി. കണ്ണൂരെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരുന്നിടത്ത് നമ്മളെ മല്ലങ്ങനെ അണി കുറെ ഇരുന്നപ്പോ നല്ലോണം അങ്ങനെ ബോറടിച്ചു. പിന്നെ നമ്മൾ നേരെ ഡോറിന്റെ അടുത്ത് ആൾക്കാർക്ക് കുറെ അങ്ങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോറിന്റെ അടുത്ത് നിന്ന് നല്ലോണം അങ്ങ് കാറ്റ് കണ്ട് പിന്നെ ആ പ്രകൃതി അങ്ങ് ആസ്വദിച്ചു. ഞാനൊരു യാത്രാ പ്രേമിയാണ്, അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ഫോണൊന്നും നോക്കാറില്ല. അധികം പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടാൽ നമ്മളെ യാത്ര ഓരോ യാത്രകൾ നമ്മൾ നീങ്ങാറുണ്ട്. കുറെ കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ട്രെയിൻ അങ്ങനെ കാനങ്ങാട് യാത്ര ചെയ്തുകൊണ്ട് നല്ല ക്ഷീണുണ്ടായി. ട്രെയിന് പോയി അങ്ങനെ ട്രെയിന് പാളൊക്കെ നമ്മൾ മുറിച്ചു കിടന്ന് നേരെ പിന്നെ പള്ളിക്കാണ് പോയത്. നമ്മുടെ നിസ്കാരം അപ്പോഴും ബാക്കിയായിരുന്നു. യാത്രക്കാർക്ക് പഠിച്ചോന് ജമ്മു കാശ്മീർ ഓഫർ ആക്കിയുണ്ട്, അത് എപ്പോഴും വലിയ ഉപകാരമാണ്. റെയിൽവേക്ക് തൊട്ടടുത്തായി പള്ളികളുണ്ട്, അതും വലിയ ഉപകാരം. അവിടെ പോയി നമ്മള് നിസ്കാരം എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മ നേരെ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തുമ്പോ ശരിക്കും ഒരു 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണവേ. ശരിയെന്നാ.